വെൽക്കം ടു അവർ ചാനൽ. അപ്പം ഇന്ന് ഞങ്ങളുടെ ഈ ഷുട്ടുമണിയുടെ പപ്പയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഷുട്ടുമണിയുടെ പപ്പയെ ഞാൻ അച്ചാച്ചൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അച്ചാച്ചൻ്റെ ബർത്ത്ഡേ ആയിട്ട് കുറച്ച് സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും കുഞ്ഞ് മാത്രമേ വീട്ടിലുള്ളൂ. ആൾ ജോലിക്ക് പോയി. രാവിലെ തന്നെ വെള്ളം കുടിക്കാനുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ചൂടായപ്പോഴേക്കും ജീരകമായിട്ട് വെള്ളം ഒഴിച്ച് മാറ്റി വെച്ച് എടുത്ത ചോറ് വയ്ക്കാനുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരി എടുത്ത് കഴുകാൻ വേണ്ടിയിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ കുഞ്ഞിനെ വെച്ചിട്ട് തന്നെ ഈ ജോലിയൊക്കെ ചെയ്യണം കേട്ടോ. കുഞ്ഞങ്ങനെ എപ്പോഴും തറയിലൊന്നും നിൽക്കാറൊന്നുമില്ല. ഭയങ്കര വാശിയാണ്, കയ്യിലേ നിൽക്കുകയുള്ളൂ. അപ്പം അതിനെ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ജോലിയൊക്കെ ചെയ്യണമെന്നും കൂടെ കാണിക്കാനാണ് ഈ വീഡിയോ എടുത്ത്. അപ്പോൾ വെള്ളം നിറച്ചപ്പോഴേക്കും അരിയൊക്കെ കഴുകിയിട്ടു. പിന്നെ അവനെങ്ങനെയെങ്കിലും തറയിൽ നിർത്തിയിട്ടൊന്ന് മീനൊക്കെ ഒന്ന് വെട്ടണമായിരുന്നു. അങ്ങനെ തറയിൽ നിർത്താൻ നോക്കുന്ന ഒരു കാഴ്ചയാണിത്. അവൻ എന്ത് ചെയ്തിട്ടും താഴെ നിൽക്കില്ല. തറയിൽ നിൽക്കുമ്പോൾ തൂങ്ങി പിടിച്ച് കയറുന്നുണ്ട്. പിന്നെ എന്തായാലും ചാള മീനാണെന്ന് കറി വയ്ക്കണം. അപ്പോൾ ചാള മീൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടിട്ടുണ്ട്. അപ്പം കുഞ്ഞൊട്ടും തറയിൽ നിൽക്കാത്ത കാരണം പിന്നെ അടുത്ത് കസേര ഇട്ട് കൊടുത്തിട്ട് അവനെ കാണാൻ പറ്റുന്ന രീതിയിൽ അവനെ അടുത്ത് തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അടുത്ത് നിർത്തിയാൽ വെറുതെ നിൽക്കലൊന്നുമില്ല, എന്തെങ്കിലും കുറുമ്പ് കാണിച്ചുകൊണ്ട് നിൽക്കാറുള്ളൂ. കാരണം മുകളിൽ ഒരു ഇഞ്ചി ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് വാഷ് ബേസിലിട്ട്. അപ്പം ഞാൻ അതൊക്കെ പിടിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എടുത്ത് കളയാനൊന്നും ഇല്ലാത്ത കാരണം വീണ്ടും കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അവനെന്നാമത് ഈ വെറുതെ നിൽക്കണമെന്നും ഇഷ്ടമല്ല, എന്തെങ്കിലുമൊക്കെ കുറുമ്പ് കാണിച്ചു കൊടുക്കും. പിന്നെ അവൻ എന്തെങ്കിലുമൊക്കെ ഈ കുറുമ്പ് കാണിക്കുമ്പോൾ നമ്മളവനെ നോക്കുകയും ചെയ്യണം. അപ്പം ഞാൻ ഈ മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പം കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. അതാണ് അവന് മീൻ വെട്ടുമ്പം ഒട്ടും ഇഷ്ടമില്ലാതെ ഞാൻ ചെയ്യണമല്ലോ. അവന് ഒട്ടും ഇഷ്ടമില്ലാത്ത ജോലിയാണ് ഈ മീൻ വെട്ടുന്നത്. അത് അവന് ഒട്ടും സമ്മതിക്കുകയില്ല. പിന്നെ കുഞ്ഞ് ഒരുപാട് കരയാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ച് മീൻ വെട്ടാൻ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ, ഒന്നും ആയിട്ടില്ലായിരുന്നു. അപ്പോൾ കയ്യിലെടുത്തപ്പോഴേക്കും അവൻ്റെ കുറുമ്പും കരച്ചിലൊക്കെ മാറി കളിച്ചടിച്ചിരിപ്പുണ്ടായിരുന്നു. പിന്നെ എത്ര സമയം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം മാക്സിമം ഞാൻ കുറച്ച് സമയം കരച്ചിൽ മാറ്റാനായിട്ട് ഇങ്ങനെ ഇടയ്ക്കെടുത്ത് വെച്ചിട്ട് കളിപ്പിച്ചിട്ടൊക്കെ ഒന്ന് താഴെ നിർത്തി നോക്കി. അപ്പോൾ വീണ്ടും നിൽക്കാനൊന്നും ഇല്ലെങ്കിലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പിന്നെ ചട്ടി എടുത്ത് അടുത്ത് വെച്ചിരുന്ന ചട്ടി എടുത്ത് പിന്നെ കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവൻ ചട്ടിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം നോക്കി പെട്ടെന്ന് എങ്ങനെയെങ്കിലും ക്ഷണപ്പടിയെന്ന് മീൻ വെട്ടിയെടുക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിനകത്ത്. പിന്നെ ചട്ടിയുടെ അടിയിലുള്ള കരിയൊക്കെയും ദേഹത്ത് മൊത്തം ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോൺ അവിടെ റെക്കോർഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് ഫോൺ നോക്കി ഇടയ്ക്ക് ഇങ്ങനെ വന്ന് കളിക്കണുണ്ടായിരുന്നു. ഞാനപ്പം എന്തായാലും നന്നായി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് പെട്ടെന്ന് ചെടയുന്ന ചാളമീൻ അങ്ങ് വെട്ടിയെടുത്ത് കുഞ്ഞ് ഫോൺ നോക്കി അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ മീൻ പെട്ടെന്ന് വെട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മീനൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് എൻ്റെ വേസ്റ്റ് പൂച്ചയ്ക്ക് കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ ഇഷ്ടമാണ്. എല്ലാ ദിവസവും ഇങ്ങനെ പൂച്ചയ്ക്ക് മീൻ കൊടുക്കുമ്പോഴേക്കും ആളിങ്ങനെ നോക്കി നിൽക്കും അതിൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ ആ സമയം കൊണ്ട് ഇനി മീനൊക്കെ അങ്ങ് കഴുകി അപ്പോഴേക്കും പൂച്ച കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓടിയെടുത്ത് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ച് അടുത്ത തേങ്ങ ചിരുവല്ല, അതും ഒരു ടാസ്ക്കാണ്. തേങ്ങ ചിരുവുമ്പോഴാൾക്ക് താഴെ നിൽക്കാൻ ഭയങ്കര മടിയാണ്. ഈ 2 പണിയാണ് അവനും ഒട്ടും ഇഷ്ടമില്ലാത്തത്, എന്നെ ചെയ്യാൻ സമ്മതിക്കാത്തതും. ആ സമയത്തും അവനെ കൈയിരിക്കണം. പിന്നെ വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ് കുറച്ച് സമയം താഴെ നിൽക്കുമോ മോനെ എന്നൊക്കെ കുറേ വട്ടം ചോദിച്ചിട്ടാണ് നിർത്തുന്നത്. തേങ്ങ ചിരുവുമ്പോൾ അങ്ങനെ കൈ വെച്ചിട്ട് ചിരുവാൻ പറ്റാത്തതുകൊണ്ടാണ്. അവന് ഒറ്റയ്ക്കാണെങ്കിൽ അവൻ എപ്പോഴും ഈ കയ്യിൽ തന്നെ ഇരിക്കണം. ഇതുപോലെ കൊച്ചുമക്കളുള്ള മിക്ക അമ്മമാർക്കും ഇത് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. എന്ത് ചെയ്താലും തറയിൽ നിൽക്കില്ല, ജോലി ചെയ്യണ സമയത്ത് കൂടെ തന്നെ അങ്ങനെ നിൽക്കും. പിന്നെ കുറേ കഥ പറഞ്ഞ് അങ്ങനെ അവനെ തറയിൽ നിർത്താനൊക്കെ നോക്കി. പിന്നെ ഒട്ടും വില്ലിങ്ങല്ല തറയിൽ നിൽക്കാനൊന്നും. പിന്നെ ഒരു കുപ്പി അവിടെ കണ്ടതിട്ടങ്ങ് കൊടുത്തപ്പോഴേക്കും ഹാപ്പിയായി. പിന്നെ എന്നാലും തറയിറങ്ങാൻ ആൾ തയ്യാറായില്ല. പിന്നെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് വന്നപ്പോഴാണ് വേറൊരു എണ്ണ കുപ്പിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ എടുത്ത് കൈ കൊടുത്തപ്പോഴേക്കും ആൾ പിന്നെ കുഴപ്പമില്ല. അത് 2ഉം കൂടെ കിട്ടിയപ്പോഴേക്കും സന്തോഷമായി. അങ്ങനെ പിന്നെ അതും കൂടെ വാങ്ങിച്ചങ്ങ് തറയിൽ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ തറയിൽ കളിപ്പിക്കാനെത്തിയിട്ട് തേങ്ങ ചിരുക്കി ചാളക്കറി വെക്കാനുള്ള പുറപ്പാടില്ലായിരുന്നു. അങ്ങനെ തേങ്ങ ചിരുക്കി നമ്മൾ ചെറിയ ചാറിലൊക്കെ നമ്മൾ 2 മാത്രമേ ഉള്ളൂ, അപ്പോൾ കുറച്ച് മതിയായിരിക്കും. ചെറിയ ചാറിലങ്ങനെ തേങ്ങ എടുത്തിട്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് മുളക് പൊടിയും എടുത്തിട്ട് ആവശ്യത്തിന് മല്ലിപ്പൊടിയും ഒക്കെ എടുത്തിട്ടിട്ട് ആട്ടാൻ നേരത്ത് വീണ്ടും കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് തരുള്ളൂ തറയിൽ നിൽക്കുമ്പോൾ. അപ്പോഴേക്കും വീണ്ടും വന്ന് വഴക്കുണ്ടാക്കി എൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ വെച്ചിട്ട് അരപ്പാട്ടാനുള്ള കൊച്ചുള്ളി കൂടെ തൊലി ഉരിച്ചെടുക്കുവാണ്. മിക്കപ്പോഴും ഇതൊക്കെ തന്നെയാണ്. അവനെ വെച്ചപ്പം ജോലി ചെയ്യാനിടയ്ക്ക് ചെയ്ത് പിന്നെ കുറേയൊക്കെ അങ്ങ് പഠിച്ച് വെച്ച് ചെയ്യാനായിട്ട്. പക്ഷെ ചെയ്യാൻ പറ്റാത്ത കാര്യം ഈ തേങ്ങ ചിരുവലും മീൻ വെട്ടലാണ്. അതെന്തായാലും അവനെ വെച്ചിട്ട് നടക്കാത്ത കാര്യമാണ്. അങ്ങനെ പിന്നെ എല്ലാം എടുത്തിട്ടിട്ട് അരപ്പാട്ടാനുള്ള പുറപ്പാടാണ്. അപ്പോഴും വന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ഇതെല്ലാ ദിവസമുള്ള കാഴ്ചയാണ്. എന്ത് ചെയ്താലും ഒന്ന് താഴെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കും.
അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലോട് കരച്ചിൽ. പിന്നെ എങ്ങനെയോ അവനെ പൊക്കി എടുത്ത് ആട്ടാൻ തുടങ്ങി വീണ്ടും. പിന്നെ പൊക്കി എടുത്താൽ അതിലും വലിയ പ്രശ്നമാണ്. അവിടെ മണ്ടയിലിരിക്കണ എല്ലാ സാധനങ്ങളും പിടിക്കാനായിട്ട് നോക്കും. പിന്നെ അവനെ മാറ്റി പിടിച്ചെടുത്തിരിക്കണം. അങ്ങനെ എന്തായാലും ആട്ടിക്കഴിഞ്ഞിട്ട് നമ്മളത് അടുപ്പത്ത്, മിക്കവാറും ഇവിടെ എല്ലാം അടുപ്പത്താണ് വെക്കണം. കാരണം ഇവിടെ ഗ്യാസ് കിട്ടാൻ ഇച്ചിരി പാടാണ്. അത് കാരണം പറ്റുന്നതെല്ലാം അടുപ്പിൽ തന്നെ വെച്ചാണ് വേവിച്ചെടുക്കണം. അങ്ങനെ ചട്ടിയിലോട്ട് അരപ്പെടുത്ത് ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട്, അപ്പം അരി രാവിലെ ഇട്ടതാണ്. അപ്പം അത് വേവാറായെന്നെടുത്ത് നോക്കണുണ്ട്. ആ സമയം കൊണ്ട് കുഞ്ഞിന് ഫുഡ് കൊടുക്കാമെന്ന് വെച്ചിട്ട് രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇടയ്ക്കൊന്നുകൂടെ അവന് ഒരു ദോശ അങ്ങ് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കളിച്ച് ഫുഡ് കഴിക്കണുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മളെവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അവൻ ഓക്കെയാണ്. അവൻ ഇതുപോലെ ഇങ്ങനെ നിന്ന് കളിച്ചുകൊണ്ടിരുന്നോളൂ. പക്ഷേ നിന്ന് ജോലി ചെയ്യുമ്പോൾ അവനെ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് അവന് ഈ പ്രശ്നം അത്രയും കണ്ട്. ഇപ്പം മിണ്ടാതെന്ന് കളിക്കണുണ്ടല്ലോ. ഇതുപോലെ അവനെ നോക്കിയിരുന്ന് അവന് യാതൊരു വിഷയമില്ല, അവ ഇരുന്ന് കളിച്ചോളും. അങ്ങനെ കുഞ്ഞിന് ഫുഡൊക്കെ വാരി കൊടുത്തിട്ട് നമ്മൾ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അത് മാറ്റി വെച്ചിട്ട് എടുത്ത ചാളക്കറി എടുത്ത് അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞിന് വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. വെള്ളം കുടിച്ച് കഴിഞ്ഞ് മതിയാകുമ്പോഴേക്കും അവൻ നമ്മുടെ വായിലോട്ടാക്കി തരും. അങ്ങനെ വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. ചോറെടുത്ത് വടിച്ചിട്ടിട്ട് അത് കൊഞ്ചിൻ്റെ പരിപാടി തുടങ്ങുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന മീനൊക്കെ എടുത്തിട്ട് ആവശ്യമുള്ള മീനൊക്കെ എടുത്തപ്പം ഈ മീൻ അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ഇടണേ ഏതാണെന്ന്. അങ്ങനെ ഈ മീനൊക്കെ എവിടെ നിന്നെന്ന് വെച്ചാൽ എനിക്ക് 2 ചേട്ടന്മാരുണ്ട്. അതിലൊരാൾ നീണ്ട ഒരു ഹാർബറിലാണ് ജോലി ചെയ്യണത്. അപ്പോൾ ആളെ ഞായറാഴ്ച നമ്മൾ കാണാൻ പോയപ്പോൾ തന്നതായിരുന്നു മീനൊക്കെ. അപ്പോൾ ഒരുപാട് കൊഞ്ചും കണവയും ചൂരയും, ഞാൻ നേരത്തെ പേരറിയില്ലെന്ന് പറഞ്ഞ ആ മീനും, പിന്നെ അയില, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് എടുക്കേണ്ട മീനുണ്ട്. നല്ല ഫ്രഷ് മീനാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ ആങ്ങളൊക്കെ തന്നയക്കും. കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് മിക്കപ്പോഴും അവിടെ നിന്ന് നല്ല മീനൊക്കെ തന്നയക്കാറുണ്ട്. ഇവിടെ നമുക്കങ്ങനെ നല്ല മീനൊന്നും, ഫ്രഷായിട്ടുള്ള മീനൊന്നും കിട്ടാറൊന്നുമില്ല. അങ്ങനെ മിക്കപ്പോഴും ഞാൻ അവിടെ ചെന്ന് ആങ്ങളയുടെ കയ്യിലാണ് മീൻ വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചൂര മീനെടുത്ത് പൊരിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ 2 പേരും മാത്രമേ ഉള്ളതുകൊണ്ട് ഫുൾ മീൻ എടുക്കണില്ല. കാരണം എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം വേസ്റ്റായി പോകുന്നുള്ളതുകൊണ്ട് എല്ലാം കുറേശ്ശേ എടുക്കണുള്ളൂ. അപ്പം കറിയും എല്ലാം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം ചൂരമീൻ്റെ പകുതി എടുത്തിട്ട് അന്ന് കുറച്ച് പീസെടുത്ത് പൊരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു സൈസിലാണ് പൊരിക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കണത്. അങ്ങനെ ഒരു 4-5 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം പിന്നെ എൻ്റെ ഒരു ചെറിയൊരു ആഗ്രഹം കൂടെ പറയുകയാണ്. അപ്പം എല്ലാവർക്കും ഒന്നും ഫ്രഷ് മീൻ കിട്ടുമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇവിടെ വന്നിട്ടാണ് എനിക്കും അത് മനസ്സിലായത്. അങ്ങനെ എല്ലാവർക്കും നല്ല ഫ്രഷ് മീൻ കിട്ടലൊന്നും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ചാനൽ ഒരു 1000 സബ്സ്ക്രൈബേഴ്സുമായി മോണിറ്റൈസേഷനൊക്കെ ആയിക്കഴിയുമ്പോഴേക്കും ഞാനൊരു ഗീവ് അവേ കൊടുക്കാനായിട്ട് ഇപ്പോഴേ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോഴേ എല്ലാം ചിന്തിച്ചാലാണല്ലോ ശരിക്കും പറഞ്ഞാൽ ആ സമയത്തെല്ലാം ചെയ്യാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ആവുകയാണെങ്കിൽ ചാനൽ മോണിറ്റൈസേഷൻ ആയിക്കഴിയുമ്പോൾ ഫസ്റ്റ് വീഡിയോ തന്നെ ഞാൻ ഉറപ്പായിട്ട് ഗീവ് അവേ ആയിരിക്കും കൊടുക്കുന്നത്. അത് എന്തായാലും അപ്പോൾ ഗീവ് അവേ എന്താണെന്ന് നല്ല ഫ്രഷ് മീനായിരിക്കും. നമ്മുടെ ഒരുപാട് പേർക്ക് ഫ്രഷ് മീനൊന്നും അങ്ങനെ കിട്ടുന്നുണ്ടായിരിക്കില്ല ഉറപ്പായിട്ടും. അപ്പോൾ നമ്മളെന്തായാലും എൻ്റെ ചേട്ടൻ നീണ്ടർ ഹാർബറിലാണല്ലോ. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ട് ഫ്രഷ് മീൻ തന്നെ കൊടുക്കണമായിരിക്കും. നമ്മുടെ ചാനലിൽ കാണുന്നവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. ഉടനെ തന്നെ കിട്ടുമായിരിക്കും. 1000 സബ്സ്ക്രൈബേഴ്സ് അല്ലേ, ഉടനെ തന്നെ ആവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരാഗ്രഹം, എൻ്റെയും ഒരാഗ്രഹം. എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ചൂരമീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പൊരിക്കാനുള്ള ചൂരയും എല്ലാം റെഡിയാക്കി വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് അടുപ്പിൽ വിറക് തീർന്നായിരുന്നു. അങ്ങനെ അടുത്ത് വിറകെടുത്ത് വെച്ച് കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് കൊഞ്ചിൻ്റെ പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൊഞ്ച് വൃത്തിയാക്കാനായിട്ട് കുഞ്ഞ് ബഹളം വയ്ക്കുന്നുള്ളതുകൊണ്ട് അവൻ്റെ അടുത്ത് നിന്ന് ചെയ്ത് അവന് കാണാമെന്ന് വിചാരിച്ച് പറയുന്നത് ചെയ്തതാണ്. അപ്പോഴേക്കും അവൻ അതിൽ കൈയിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ വീണ്ടും അത് മുകളിലെടുത്ത് വെച്ച് അതിനെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കുഞ്ഞ് പിന്നെ താഴെ ചെറുതായിട്ട് ഇങ്ങനെ കളിച്ചടിച്ച് കരഞ്ഞു അങ്ങനെയൊക്കെ നിൽക്കണുണ്ടായിരുന്നു. പിന്നെ മാക്സിമം പെട്ടെന്ന് എല്ലാം കൂടെ വൃത്തിയാക്കി എടുക്കാൻ നോക്കി. മേലെ വെച്ചിട്ട് തന്നെ മുകളിൽ വെച്ചിട്ട് തന്നെ കൊഞ്ചൊക്കെ അങ്ങ് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പൊരിക്കാനുള്ള ചാളക്കറി റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാളക്കറി മാറ്റി വെച്ചിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ച് മീൻ പൊരിക്കാനുള്ള നമ്മുടെ ചൂര മീനൊക്കെ എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചൂര മീൻ്റെ ഒരു സൈഡായിട്ടുണ്ട്. അങ്ങനെ മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ അതും കൂടെ കുറച്ച് മുറുക്കിരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാനുള്ള തൊരയൊക്കെ വരും ഇടയ്ക്ക്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ഓടിച്ചെന്ന് കുറച്ച് മുറുക്കെടുത്ത് കഴിക്കാൻ തുടങ്ങി. മുറുക്ക് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കഥയൊക്കെ പറഞ്ഞ് മുറുക്ക് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് മീൻ അപ്പോഴേക്കും പൊരിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീൻ പൊരിഞ്ഞു വന്നതൊക്കെ ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റിയിട്ട് അടുത്ത ബാക്കി 2 പീസും കൂടെ ഉണ്ടായിരുന്നുള്ളൂ.
ഈ ചട്ടി നല്ല കൊഴിഞ്ഞത് കാരണമാണ് എല്ലാം കൂടെ ഒരുമിച്ച്, അല്ലെങ്കിൽ ഒരുപാട് എണ്ണ വീശിപ്പോൾ. അപ്പം ആവശ്യത്തിന് കുറച്ച് എണ്ണയൊക്കെ ഒഴിക്കാറുള്ളൂ. അപ്പം ബാക്കിയുണ്ടായിരുന്ന 2 മീനും കൂടെ ഇട്ട് കൊടുക്കും. അപ്പോഴേക്കും ഉച്ചയായി. അപ്പോൾ കുഞ്ഞിന് ഫുഡ് കഴിക്കേണ്ട സമയമായി. അപ്പം അവന് ചോറും പൊരിച്ച മീനുമായിട്ട് അങ്ങ് വാരിക്കൊടുത്ത്, അതിനിതുപോലൊരു പ്ലേറ്റിൽ വെറുതെ വെച്ച് കൊടുത്തിട്ട് ഞാൻ തന്നെ ഇടയ്ക്ക് വാരിക്കൊടുക്കും, ഇടയ്ക്ക് അവൻ ഇതുപോലെ എടുത്ത് കഴിക്കുക. അങ്ങനെ കുഞ്ഞിന് ചോറ് കൊടുത്തിട്ട് അവൻ കഴിക്കണ രംഗമാണിത്. അപ്പം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിനെ ഒന്ന് കുളിപ്പിച്ചിട്ട് ഉറക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കഴിച്ചിട്ട് കുഞ്ഞിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. കുളിപ്പിച്ച് കഴിഞ്ഞ് വന്നിട്ടുള്ള കലാപരിപാടികളാണ് ഇത്. പിന്നെ ഇങ്ങനെ കുറേ സമയം അവിടെ കിടന്ന് ഓടി കളിക്കുകയൊക്കെ ചെയ്യും. ഒരുപാട് കളിച്ചിട്ടൊക്കെയാണ് ഉറങ്ങുന്നത്. ഇത് നമ്മുടെ വാടക വീടാണ്. നമ്മളിവിടെ വന്നിട്ട് 3-4 മാസം ആയതേ ഉള്ളൂ. അപ്പം കട്ടിലൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല, തറയിൽ തന്നെയാണ് എല്ലാവരും കിടക്കുന്നത്. അപ്പം പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഉറുമ്പിൻ്റെ ശല്യമാണ്. മിക്കപ്പോഴും കുഞ്ഞു ഇങ്ങനെ കിടന്നുറങ്ങിയിട്ട് എണീക്കുന്നത് തന്നെ മിക്കപ്പോഴും ഉറുമ്പിൻ്റെ കടിയൊക്കെ കിട്ടിയിട്ടായിരിക്കും. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി, യൂട്യൂബിലൊക്കെ നോക്കി കുറേയൊക്കെ ചെയ്ത് നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല. ഉറുമ്പ് കുറയണതേ ഇല്ല. നമ്മൾ ഈ ഉറുമ്പിൻ്റെ മരുന്നും എല്ലാം വാങ്ങിച്ചടിച്ചൊക്കെ നോക്കി, പക്ഷേ ഭയങ്കര ഉറുമ്പാണ്. അപ്പം ഉറുമ്പിനെ ഒഴിപ്പിക്കാൻ എന്തെങ്കിലും അറിയാമെന്നുള്ളവരൊന്ന് പറഞ്ഞു തരണേ. എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കാരണം അത്രയും ശല്യമായിട്ടാണ്, ഭയങ്കര ശല്യം ഉറുമ്പിനെ കൊണ്ട്. കുഞ്ഞിനെ കിടത്തിയിട്ട് പോയി ബാക്കിയുള്ളത് ക്ലീൻ ചെയ്യുന്ന വിചാരിച്ച് കൊഞ്ച് എല്ലാം തോടൊക്കെ കളഞ്ഞു വെച്ച്, പിന്നെ അതിൻ്റെ പുറകിൽ നല്ല അഴുക്കുണ്ട് കേട്ടോ കൊഞ്ചിൻ്റെ. എല്ലാവരും അത് എടുക്കുമെന്നറിയില്ല, ഇങ്ങനെ എടുത്ത് കളയണം. എടുക്കാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇത് എടുത്ത് കളയണേ. പുറകിൽ നല്ല അഴുക്ക് കാണും. പുറകിൽ ആ കാണുന്ന കണക്ക് ഇതുപോലെ ചെറുതായിട്ട് വരഞ്ഞു കൊടുത്തിട്ട് ആ പുറകിൽ അഴുക്കെടുത്ത് ഇങ്ങനെ കളയണം. ശരി, അത് നല്ല അഴുക്കുള്ളതാണത്. അത് കഴിച്ചാൽ ചിലപ്പോഴൊക്കെ വയറുവേദനയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ ചെറിയ കൊഞ്ചാണ്ട് ഇച്ചിരി പാടാണ്, എന്നാലും നമ്മളതെടുത്ത് കളഞ്ഞാലേ പറ്റുള്ളൂ. അങ്ങനെ എല്ലാ കൊഞ്ചിൻ്റെ പുറകിലുള്ള അഴുക്ക് ഇതുപോലെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ കയ്യിൽ വീഡിയോ ഫോൺ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിടന്ന് അനങ്ങനെയാണ് ഇത്. ഇങ്ങനെ എല്ലാ കൊഞ്ചും അഴുക്ക് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത് അത് പൊരിക്കാൻ വേണ്ടിയിട്ട് റോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പം പൊരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു മസാല ഇട്ടണുള്ളൂ. മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച്. അപ്പോഴേക്കും ഉച്ചയ്ക്ക് എനിക്ക് വിശപ്പടിച്ചു തുടങ്ങി. അപ്പോൾ ഇച്ചിരി ദോശ ചുട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. രാവിലത്തെ ചമ്മന്തിക്കറി ബാക്കിയുണ്ടായിരുന്നു, പിന്നെ ചാളക്കറി ഉണ്ടല്ലോ, അപ്പോൾ ദോശ ചുട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ദോശ ചുട്ട് വെച്ച്. അപ്പോഴേക്കും ദോശ ചുട്ട് മാറ്റിയിട്ട് നമ്മൾ കൊഞ്ച് റോസ്റ്റ് ആക്കാനുള്ള കൊഞ്ചൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പിന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഗ്യാസിൽ തന്നെ വയ്ക്കുന്നുണ്ട്. കാരണം അടുപ്പിൽ വെച്ചാൽ ഒരുപാട് സമയം എടുക്കും. ഇതാകുമ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ കിട്ടും. ബാക്കിയുള്ള കുറച്ച് കൊഞ്ചും കുറച്ച് കണവയും കൂടെ അരിഞ്ഞ് അത് ഫ്രൈ ചെയ്യാനും കൂടെ വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് റോസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ അത് ഇച്ചിരി ഒന്ന് ആയപ്പോഴേക്കും എല്ലാം കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് ഒരുപാടൊന്നും പൊരിച്ചെടുക്കുന്നില്ല, കാരണം നമ്മളടുത്ത് റോസ്റ്റ് ചെയ്യുമ്പോഴേക്കും അത് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ കുറച്ചൊന്ന് പൊരിച്ചെടുത്തതേ ഉള്ളൂ. അത് കഴിഞ്ഞ് അതെല്ലാം കൂടെ വെന്ത് കഴിഞ്ഞപ്പോഴേക്കും മാറ്റി. പിന്നെ ഇത് നമുക്ക് പൊരിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് രണ്ടാമതെടുത്ത് അത് കഴിഞ്ഞിട്ട് പൊരിച്ച് കഴിക്കാനുള്ള കൊഞ്ചൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കണവ ഇട്ടിട്ടുണ്ടായിരുന്നു. കണവ ഞാൻ ചെറിയ പീസാക്കി നടുവേ കീറിയിട്ടാണ് ഇട്ട് കൊടുത്തത്, അല്ലെങ്കിൽ എല്ലാം കൂടെ പൊട്ടിത്തെറിക്കും. ഇതാകുമ്പം ചെറുതായിട്ടൊക്കെ പൊട്ടിത്തെറിക്കും, എന്നാൽ അത്ര മറ്റേതുപോലെ ഒരുപാടങ്ങ് പൊട്ടിത്തെറിക്കതൊന്നുമില്ല. അങ്ങനെ അത് അടച്ച് വെച്ചു. കണവ എപ്പോഴും അടച്ച് വെച്ചാണ് പൊരിക്കാറ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ പൊട്ടി നമ്മുടെ കയ്യിലോ എവിടെയെങ്കിലുമൊക്കെ കൊള്ളും. ഒരു പ്രാവശ്യം എനിക്കത് പറ്റിയതാണ്. അങ്ങനെ പിന്നെ പൊരിക്കാനിട്ടിട്ട് ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദോശയും കുറച്ച് ചമ്മന്തി ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ചാളക്കറിയും കൂടെ എടുത്ത് കഴിച്ചു. പിന്നെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും പൊരിച്ച കൊഞ്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു. കൊഞ്ചും കണവ അത് മാറ്റിയിട്ട് അതിൽ തന്നെ റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കൊച്ചുള്ളിയാണ് എടുത്തത്. ഒരുപാട് കുറച്ച് കൊച്ചുള്ളിയും കൂടെ വരട്ട് കൊടുത്തിട്ട് അത് മൂപ്പിക്കാൻ ഇട്ടപ്പോഴേക്കും ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാം ജോലി ചെയ്തപ്പോൾ കുഞ്ഞുണ്ടായിരുന്ന കാരണം എല്ലാം അവിടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് കഴുകിക്കൊണ്ടിരുന്നപ്പോഴേക്കും കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കണുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചെന്ന് എടുത്തില്ലെങ്കിൽ കുഞ്ഞിന് ഭയങ്കര കരച്ചിൽ വാശിയായിരിക്കും. പിന്നെ ഞാൻ ഓടിച്ചെന്ന് കുഞ്ഞിനെ പോയി എടുത്തായിരുന്നു. ഞാൻ ചൂട് കാരണം സ്നാക്കി ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം യൂറിൻ പാസ് ചെയ്തിട്ട് നനഞ്ഞിട്ടാണ് കുഞ്ഞ് കരഞ്ഞത്. പിന്നെ എന്തായാലും ഞാൻ അവനെ എടുത്ത് വെച്ചിട്ട് ബാക്കി ജോലി ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് താമസിച്ചായിരുന്നു അന്ന്. ഞാൻ ഭയങ്കര വാശി കാരണം ജോലി പയ്യെ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം തന്നെ ഏകദേശം വൈകുന്നേരം. അപ്പം ആൾ വരേണ്ട എല്ലാ ദിവസവും രാത്രിയാണ് വരണം. അപ്പോൾ ഇന്ന് അടുത്താണ് പണി, ചിലപ്പോൾ നേരത്തെ വരുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ആൾ വരുന്നതിന് മുമ്പ് ചെയ്ത് വെക്കണമെന്നുള്ളതെന്ന് വിചാരിച്ചതാണ്. കാരണം വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെങ്കിലും ഒന്ന് സർപ്രൈസായിട്ട് കൊടുക്കണമെന്ന് മനസ്സിലിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു.
അത് കാരണം ആൾ വരുന്നതിന് മുമ്പ് എല്ലാം ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് നമ്മളൊന്നും അറിയാത്ത പോലെ ഇരിക്കാമെന്നൊക്കെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം കുഞ്ഞിനെ വെച്ചിട്ട് തന്നെ ബാക്കി ജോലിയോടെ ചെയ്യായിരുന്നു. കുഞ്ഞ് നല്ല ഉറങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ കൊച്ചുള്ളിയൊക്കെ വഴണ്ട് വന്നപ്പോഴേക്കും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാലയും ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല ഞാൻ ഇടാത്തതാണ്, പക്ഷേ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷേ നല്ല മണം ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ മസാലയും ഗരം മസാലയൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു അരടപ്പോളം അത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വിനാഗിരി ഒഴിച്ചതുകൊണ്ടാണോന്ന് അറിയാൻ വയ്യ, നല്ല നല്ല മണം ചിക്കൻ മസാലയുടേതായിരിക്കില്ല. എനിക്കറിയാൻ പാടില്ല. ഞാൻ എന്തായാലും കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തിളച്ച് വന്നപ്പോഴേക്കും കൊഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൊഞ്ചും ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആൾക്ക് അച്ചാച്ചന് ചാറ് അധികം ഒരുപാടുള്ളതൊന്നും ഇഷ്ടമില്ല. നല്ല ചാറൊന്നുമില്ല, നല്ലതായിട്ട് കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പം മാക്സിമം നല്ല ചാറൊക്കെ വറ്റിച്ച് തന്നെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കൊഞ്ചാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന്. അപ്പം എന്തായാലും കൊഞ്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും സൂപ്പർ ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കൊഞ്ച്. ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ വെച്ചിട്ടുള്ള ഏറ്റവും നല്ല കൊഞ്ചായിരുന്നു ഇന്ന്. അങ്ങനെ കൊഞ്ച് റെഡിയായി, കൊഞ്ചും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പൊരിച്ചതെല്ലാം കൂടെ എടുത്ത് ഞാൻ ഒരു കുക്കറിലോട്ട് മാറ്റി വെച്ചിട്ട്, കാരണം സർപ്രൈസ് ആണല്ലോ. അങ്ങനെ അതും എടുത്ത് കുക്കറിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കിച്ചണൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മീൻകറി മാത്രമേ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാം എടുത്ത് മാറ്റി പാത്രമൊക്കെ വയ്ക്കണം അവിടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അച്ചാച്ചൻ വൈകിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞ് ആഹാരമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ ഞാൻ ഉറക്കിയായിരുന്നു. അപ്പം ഉറങ്ങി എണീറ്റപ്പോഴേക്കും അച്ചാച്ചൻ വന്ന സൗണ്ട് കേട്ടപ്പോഴാണ് കുഞ്ഞ് എണീറ്റ്. അപ്പോൾ വന്ന് കുഞ്ഞിന് ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഹാപ്പിയായിട്ട് നിൽപ്പുണ്ട്. പക്ഷേ ഒരു പാഴ്ച പറ്റിപ്പോയി. വന്നപ്പോഴേ ആൾക്ക് കൊഞ്ചിൻ്റെ മണം കിട്ടിയായിരുന്നു. അങ്ങനെ ആൾക്ക് അപ്പോഴേ ഗസ് ചെയ്ത് എന്തൊക്കെയോ വെച്ചിട്ടുണ്ടെന്ന്. കാരണം എല്ലാ ബർത്ത്ഡേക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ. അപ്പം നമുക്ക് സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം തന്നെ ഗസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ചെറിയ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നത് കട്ട് ചെയ്ത് നമ്മൾ 3 മാത്രമുണ്ട്. കുഞ്ഞ് പീസ് കേക്കാണ് വാങ്ങിച്ചാൽ അത് കട്ട് ചെയ്തിട്ട് നമ്മുടെ രീതിയിൽ കട്ട് ചെയ്ത് കഴിച്ച് ആഘോഷിച്ച് പിന്നെ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ സർപ്രൈസ് ആവണം ഒറ്റ സീൻ പോലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഫുഡ് വിളമ്പി കൊണ്ടുവന്നപ്പോൾ തന്നെ എൻ്റെ ഫോൺ ബെല്ലടിച്ചിട്ട് അച്ചാച്ചനെ എനിക്ക് ഫോൺ കൊണ്ടുവന്ന് തരാൻ സമയത്ത് തന്നെ ഈ ഫുഡൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ക്യാമറയിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ്, നമ്മുടെ സന്തോഷത്തിനാണല്ലോ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ സർപ്രൈസ് എന്തായാലും പൊട്ടി പാളീസായിട്ടുണ്ട്. അപ്പം ഞാനെല്ലാം ഫുഡൊക്കെ വിളമ്പി ആൾക്ക് ഏറ്റവും ഇഷ്ടം മുട്ടയാണ്. അപ്പോൾ മുട്ടയും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് കുഞ്ഞുറങ്ങിയപ്പം. പിന്നെ മുട്ടയും കൂടെ വെച്ചിട്ട് എല്ലാം കൂടെ കൊണ്ടുവന്ന് ആൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നാലും ആളൊരു ചിരിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റിയാക്ഷൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്നിട്ട് അവർ 2 സന്തോഷമായിട്ട് ഇടുന്ന് കഴിക്കുന്നുണ്ട്. കുഞ്ഞിന് പപ്പയ്ക്ക് ഫുഡൊക്കെ വാരി കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പപ്പയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് മുട്ടയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഹാപ്പിയായിട്ട് ഫുഡ് ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.